ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോണ്ട ഐനസിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് മാറ്റി വൈഷ്ണു എന്ന് പറഞ്ഞ ടൂറിംഗ് ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഐനസിൻ്റെ ഈ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിന് തീരെ വെളിച്ചം പോരാ, നൈറ്റ് ടൈമിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്തിട്ട് ഈ ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ വൈഷ്ണുവിൻ്റെ ടൂറിംഗ് ഹെഡ്ലൈറ്റ് പൊട്ടിക്കാം. വെൽ പാക്കേജ്ഡ് ആയിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ അവരുടെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ബുക്ക്ലെറ്റ്സും കാണാം. അതൊക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബോക്സ് കണ്ടൻസ് നോക്കാം. ഒരു 5 കേബിൾ ടൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഹാർനസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇവരുടെ തന്നെ വയറിംഗ് ഹാർനസ് പ്രൊവൈഡഡ് ആണ്. അതിൻ്റെ അകത്ത് ഫ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ അവരുടെ തന്നെ സ്വിച്ച് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കാണാം. ഇനി നേരെ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലിയിലേക്ക് വരാം. ഞാൻ എടുത്തിരിക്കുന്നത് DRL ഉള്ള വെർഷനാണ്. ഒരു വാം ലൈറ്റ് DRL ആണ് ഉള്ളത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ഇതിൻ്റെ അകത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ 3 പ്രോ ഉണ്ട്. യെല്ലോ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, പിന്നെ മിക്സഡ് ആയിട്ടും വരും. ഇത് അതിൻ്റെ കണക്റ്റേഴ്സ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു മൗണ്ടിങ് ആണിത്. ഇത് സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ ക്രോം മൗണ്ടിങ്ങിലോട്ട് നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള ആക്സസറിയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് നമുക്ക് ഡിസസംബിൾ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു അലൻ കീ നമ്മൾ ലൂസാക്കണം. ഇപ്പുറത്തെ സൈഡും സെയിം അലൻ കീ ഉണ്ടാവും. ആ അലൻ കീ ലൂസാക്കി കഴിയുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഡോം ഇങ്ങോട്ട് ഊരിപ്പോരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്ക്രൂ ലൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ 2 അലങ്കി ഊരി കഴിയുമ്പോഴത്തേക്ക് ഹെഡ് ലാമ്പ് നമുക്ക് ഊരിയെടുക്കാം. ഹെഡ് ലാമ്പിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ്റെ ലോക്ക് ഇങ്ങനത്തെയാണ്. അത് പുഷ് ചെയ്ത് പിടിച്ചിട്ട് പുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഊരിപ്പോരും. സ്റ്റോക്ക് ഹെഡ് ലാമ്പ് നേരെ അപ്പോൾ കയ്യിലോട്ട് ഊരിപ്പോകുന്നു. നമ്മളിപ്പോൾ മേടിച്ചേക്കുന്ന ഹെഡ് ലാമ്പ് അസംബിൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ വയറിങ്ങൊക്കെ ഒന്ന് മാറ്റേണ്ട കാര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഹെഡ് ലാമ്പ് പ്രോപ്പർ പ്ലേസ്മെൻ്റ് ആവില്ല. ഇപ്പോൾ മേടിച്ച ഹെഡ് ലാമ്പിൻ്റെ ഹീറ്റ് സിങ്ക് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ ഹൗസിങ്ങിലോട്ട് പ്ലേസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയറിങ്ങൊക്കെ ഒന്ന് ഒതുക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഹെഡ് ലാമ്പിൻ്റെ ഡോമിൻ്റെ ബാക്കിൽ ഒരു പ്ലഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ പ്ലഗ് ഒന്ന് നമുക്ക് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് നമുക്ക് ഈ ഹൗസിങ് മൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് 3 സ്റ്റാർ സ്ക്രൂസ് വരും. അതഴിക്കുക. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ ചുറ്റിനും വരുന്ന ക്രോം റിങ് നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. റിങ്ങിലോട്ട് കണക്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് അതിന്മേൽ തന്നെ ഉണ്ട്. ഇത് 3 നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ സ്ക്രൂസ് നമ്മൾ മാറ്റും. ലൈറ്റിൻ്റെ കൂടെ വൈഷ്ണു ലൈറ്റിൻ്റെ കൂടെ വരുന്ന സ്ക്രൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ വൈഷ്ണു ഹെഡ് ലാമ്പിൻ്റെ കൂടെ വന്നേക്കുന്ന ആ റിങ്ങും നമ്മൾ അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യും.
അപ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് പ്ലേസ് ചെയ്യാം. അതിൻ്റെ ടോപ്പ് ഭാഗം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ലൈറ്റിൻ്റെ ടോപ്പ് ഏതാണെന്നുള്ളത് അതിൻ്റെ ചില്ലുമേൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ടോപ്പുമായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. സ്റ്റോക്ക് ഹെഡ് ലാമ്പിൽ നിന്ന് ഊരിയ മൗണ്ടിങ് നമ്മൾ വൈഷ്ണവ് ഹെഡ് ലാമ്പിൻ്റെ ക്രോം എലമെൻറ്റിൻ്റെ ഇടയ്ക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഹൗസിങ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് പിടിപ്പിക്കാനായിട്ട് ഉള്ള വയറിംഗ് ഹാർനസ് ലേ ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സീറ്റ് ഒന്ന് അഴിക്കേണ്ടി വരും. സീറ്റ് അഴിക്കാനായിട്ട് ഈ ഒരു അലൻ കീ നമ്മൾ അഴിക്കണം. ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ പാനൽ അഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വൈഷ്ണവ് ഹെഡ്ലൈറ്റിൻ്റെ കൂടെ വരുന്ന ഹാർനസ്സാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഹെഡ്ലൈറ്റിലോട്ട് പോകാനുള്ളതും ഇത് സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ ഒരു മൗണ്ടിങ്ങിലോട്ട് കൊടുക്കാനുള്ളതും ഇത് സ്വിച്ചിലോട്ടുള്ള കണക്ഷനുമാണ്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫ്യൂസിൻ്റെ കണക്ഷൻ ഉണ്ട്, പിന്നെ റിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാനുള്ള വയറാണിത്. അപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ കൂടെ വരുന്ന വയറിംഗ് ഹാർനസ് നമ്മൾ സീറ്റ് റിമൂവ് ആക്കിയിട്ട് ഇതിലേ വലിച്ചെടുത്തിട്ടുണ്ട്. വലിച്ചെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഈ 3 പിന്നും കൂടി ഈ ചെറിയ ഗ്യാപ്പിൽ കൂടി വലിച്ചെടുക്കണമെങ്കിൽ ഒരാളുടെയും കൂടി സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കാണിക്കും. അപ്പോൾ ഹാർനസിൻ്റെ എൻഡിൽ വരുന്ന 2 പോർട്ട് നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഹെഡ്ലൈറ്റിൻ്റെ ഒരെണ്ണം സ്വിച്ചിൻ്റെ ആണ്. ബാക്കി വരുന്ന ഈ റെഡ് കാണുന്നത് നമുക്ക് സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ ആ കണക്ഷനിലോട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഹെഡ്ലൈറ്റ് ഹൗസിങ്ങിൽ വരുന്ന ബാക്കി വയറിങ്സൊക്കെ നമ്മൾ ഒതുക്കിയിട്ട് ഈ ഗ്യാപ്പിൽ കൂടി ഹെഡ്ലൈറ്റിൻ്റെ കൂടെ വരുന്ന ഹാർനസിൻ്റെ എൻഡ് ഇറക്കിയെടുക്കേണ്ടതാണ്. വന്നു വൈഷ്ണവ് ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ റണ്ണിന് വേണ്ടി കണക്ഷൻ കൊടുത്ത് ഓണാക്കി നോക്കാൻ പോവുകയാണ്. റൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, റൂട്ടിങ്ങിൻ്റെ കുറച്ചുകൂടി ഉണ്ട്, കേബിൾ റൂട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ജസ്റ്റ് അപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കിട്ടിയ ഇതാണ് വൈഷ്ണവ് ഹെഡ് ലാമ്പിൻ്റെ DRL. സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഹെഡ് ലാമ്പ് ഓണാവും. പിന്നെ പാസ് ബട്ടൺ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഹൈ ബീം ഓണാക്കാം. ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് ലൈറ്റ് ഓണാവും. ഓരോ പ്രാവശ്യം ഓണാക്കുമ്പോൾ ഓരോ ലൈറ്റ് മോഡ്സാണ് ഓണാവുന്നത്. ഇത് ആംബർ യെല്ലോ, ഇത് മിക്സഡ് ആയിട്ടുള്ളത് യെല്ലോയും വൈറ്റും കൂടി,
പിന്നെ ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന വൈറ്റ് ലൈറ്റ്. അപ്പോൾ നമ്മൾ എല്ലാം കണക്ഷനൊക്കെ കൊടുത്ത് സ്വിച്ചൊക്കെ പ്ലേസ് ചെയ്തായിരുന്നു. സ്വിച്ച് ഇങ്ങനെ മിററിൻ്റെ താഴെയായിട്ടാണ് മൗണ്ട് ചെയ്തത്. കേബിൾ മാനേജ്മെൻറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ബാക്കി വന്ന കേബിളൊക്കെ നമ്മൾ കേബിൾ ടൈ വെച്ച് അടിച്ച് താഴെ കൂടി മൗണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സ്വിച്ച് ബാക്ക് ലിറ്റാണ്. അവരുടെ ഒരു ലോഗോയും അതിൻ്റെ അകത്ത് എംബ്ലം ചെയ്തിട്ടുണ്ട്. தலைவரை நீங்களா?